എല്ലാവരും എന്ത് പറയുന്നു, ഊണൊക്കെ കഴിച്ചോ? ഇന്നൊരു സിമ്പിൾ ഊണാണ് കേട്ടോ. കുമ്പളങ്ങ മോരൊഴിച്ച കറിയും, പിന്നെ അതും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നത്, പിന്നെ മുരിങ്ങി പരിപ്പും കൂടി ഒരു തോരനോ ഒരു കുത്തിച്ചതച്ചതോ എന്നൊക്കെ പറയാം, അച്ചാറും പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. നമ്മളൊന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു സ്വാദിഷ്ടമായ കറി ഉണ്ടാക്കാം. മുരിങ്ങയില വളരെ നല്ലതാണ്, ആഴ്ചയിൽ 1-2 പ്രാവശ്യം കഴിക്കുന്നത്. ഇത് നെല്ലിക്ക എന്ന് കണ്ടപ്പോൾ മേടിച്ചതാണ്. 1 കിലോന് 50 രൂപയാണ് പറഞ്ഞത്. പിന്നെ കുമ്പളങ്ങ ഇത് വീട്ടിലുണ്ടായതാണ്. കുറച്ച് പൊട്ടിക്കാൻ താമസമായി, എന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് മുരിങ്ങയുടെ ഇല, മുരിങ്ങയും പരിപ്പും കൂടി കറി വയ്ക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ കുമ്പളങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുമ്പളങ്ങ വേവിച്ച് എടുത്തു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് 2-3 പച്ചമുളകും കീറിയിട്ടിട്ട് ഒന്ന് എല്ലാം കൂടി മിക്സാക്കാം. ഇതിങ്ങനെ തന്നെ നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ മുളക് കൃഷിയായിട്ട് ഉപയോഗിക്കാം. എല്ലാം ഒന്ന് വേവിച്ചെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കറി തന്നെയായി. ഇനി കുറച്ചും കൂടിയും ടേസ്റ്റ് ആക്കണമെങ്കിൽ തൈര് ചേർക്കാം. നാളികേരം അരച്ച് ചേർക്കാൻ സമയമില്ലെങ്കിൽ തൈര് മാത്രം ചേർത്താലും നല്ലൊരു ഒഴിച്ചുകറിയായി. കുമ്പളങ്ങ വളരെ നല്ലതാണല്ലോ, കുറേ ഉടച്ച് ചേർക്കുക, അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ കറി റെഡിയായി. ഇനി നമുക്ക് വറുത്തിടാം. കുറച്ച് ഉലുവയും കടുകും റെഡ് ചില്ലിയും കറിവേപ്പിലയും കൂടി ചേർത്താം. വറുത്തിടൽ കഴിഞ്ഞു. ഇത് തന്നെ ഒരു നല്ല കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റി കറിയാണത്. ഇനി കുറച്ച് തൈരുണ്ടായിരുന്നു, ആ തൈരൊന്ന് ഞാൻ മിക്സിയിൽ അടിച്ചു. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്കൊന്ന് ചേർത്തു. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മോരുകറി. ഇനി അത് അടച്ച് വയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സ്വാദിഷ്ടമായ മോരുകറി റെഡിയായി. ഇനി നമുക്ക് പരിപ്പും മുരിങ്ങയിലയും കൂടിയിട്ട് ഒന്ന് വറുത്തിടാം. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, പിന്നെ റെഡ് ചില്ലി, അതിലേക്ക് പരിപ്പൊന്ന് വേവിച്ച് വെച്ചത്, കുറച്ച് 2 പച്ചമുളക്, പിന്നെ മുരിങ്ങയിലയും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പ്, എല്ലാം നന്നായി മിക്സാക്കി അതിലേക്ക് മുരിങ്ങയില ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. മുരിങ്ങയില മിറക്കിൾ പ്ലാന്റ് എന്നാണ് പറയണേ. സ്ഥലമുള്ളവരൊക്കെ കുറച്ച് സ്ഥലമാണെങ്കിലും ഒരു മുരിങ്ങക്കൊമ്പ് വെച്ചുണ്ടാക്കുക. അപ്പോൾ നമുക്ക് പലതരത്തിൽ ഉണ്ടാക്കാം. കറിയായിട്ട് ഉണ്ടാക്കാം, ദോശയിൽ ചേർക്കാം, പിന്നെ തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളത് തന്നെ എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കറിയാലോ അതിലൊന്നും ഒരു വിഷാംശം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അത്രയും നല്ലതാണ്. അപ്പോൾ അതും റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഉച്ചയൂണ് ഇഷ്ടമായാലോ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നെല്ലിക്ക വെള്ളത്തിലിട്ട് വെച്ചു, മുളകും വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത് വേഗം ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു.
താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.